നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓരോ ദിവസവും പുതിയ സാധ്യതകളാണല്ലേ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട പുതിയ AI മുന്നേറ്റങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, മനുഷ്യ ജീനോമിന്റെ ഇതുവരെ നമുക്ക് പിടികിട്ടാതിരുന്ന ചില ഭാഗങ്ങളിലേക്ക് വെളിച്ചം വീശാൻ സഹായിക്കുന്ന ഒരു AI ടൂൾ. പിന്നെ മറ്റൊന്ന്, സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് അവരുടെ ആ വർക്ക് സ്പേസിൽ തന്നെ AIയുടെ പവർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ സംവിധാനം. അപ്പോൾ ഈ രണ്ട് ഫീൽഡിലും AI എങ്ങനെയാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ. ആദ്യത്തേത് ആൽഫ ജീനോം. നമ്മുടെ DNA ഒരു വലിയ പുസ്തകം പോലെയാണെങ്കിൽ അതിലെ ഒരുപാട് പേജുകൾ, ഏകദേശം 98% വരും. അത് ജീനുകളല്ല, നോൺ കോഡിംഗ് ഭാഗങ്ങൾ എന്ന് പറയും. ഇതിനെ ചിലപ്പോൾ ജീനോമിന്റെ ഡാർക്ക് മാറ്റർ എന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവയുടെ പ്രവർത്തനം നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഭാഗങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും പല അസുഖങ്ങൾക്കും കാരണമാകാം. അപ്പോൾ ഈ ആൽഫ ജീനോം എന്ന് പറയുന്നത് ഈ നോൺ കോഡിംഗ് ഭാഗങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ AI മോഡലാണ്. ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിന് പറ്റുന്നൊരു കാര്യം, 1 മില്യൺ DNA അക്ഷരങ്ങൾ, അതായത് ബേസ് പെയേഴ്സ്, അത്രയും ഭാഗം ഒന്നിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. അത് പഴയ മോഡലുകളെക്കാളും ഒരുപാട് കൂടുതലാണ്. അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോൺ കോഡിംഗ് ഭാഗങ്ങളില്ലേ, അവ ജീനുകൾ എപ്പോൾ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ചില സ്വിച്ചുകൾ പോലെയാണ്. സ്വിച്ചുകൾ. അതെ. അപ്പോൾ ആൽഫ ജീനോം ചെയ്യുന്നത് ഈ സ്വിച്ചുകളിലെ തകരാറുകൾ, അതായത് ഈ വ്യത്യാസങ്ങൾ, അതെങ്ങനെയാണ് അസുഖങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ RNA സ്പ്ലൈസിംഗ് എന്നൊരു പ്രോസസ്സുണ്ട്. ജീൻ ഇൻസ്ട്രക്ഷൻസ് ശരിയായിട്ട് കൂട്ടിച്ചേർക്കുന്നൊരു പരിപാടി. അതിലെ തെറ്റുകൾ സിസ്റ്റിക് ഫൈബ്രോസിസ് പോലുള്ള അസുഖങ്ങൾക്കൊരു കാരണമാണ്. അപ്പോൾ ആൽഫ ജീനോം ഇതുപോലുള്ള പിഴവുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മോളക്യുലർ കാര്യങ്ങൾ പഴയ മോഡലുകളെക്കാളും കറക്റ്റായിട്ട് ഒരേ സമയം പ്രിഡിക്റ്റ് ചെയ്യാൻ ഇതിന് കഴിയും. ഇത് വെറുതെ ഡേറ്റ നോക്കുകയല്ല, ജീനോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പുതിയ ഐഡിയകൾ തരികയാണ്. ക്യാൻസർ റിസർച്ചിലൊക്കെ ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോഴത്തെ അവസ്ഥയിലെ ഒരു അസുഖത്തിന് പിന്നിലെ ജനറ്റിക് കാരണം കണ്ടുപിടിക്കുന്നത് ഒരു വൈക്കോൽ കൂനയിൽ സൂചി തിരയുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ഈ നോൺ കോഡിംഗ് ഏരിയയിൽ ആൽഫ ജീനോം ഒരു തരം മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും. ആ സൂചി കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒന്ന്. രോഗകാരണമായേക്കാവുന്ന ജനറ്റിക് മാറ്റങ്ങൾ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇത് ഭാവിയിൽ കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സാരീതികൾ ഡെവലപ്പ് ചെയ്യാനും പുതിയ മരുന്നുകൾ കണ്ടെത്താനും ഒക്കെ സാധ്യതയുണ്ട്. റിസർച്ചേഴ്സിന് നോൺ കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഇതൊരു API വഴി ഇപ്പോൾ കിട്ടും എന്നത് നല്ല കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ജെമിനി CLI. ഡെവലപ്പർമാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന കമാൻഡ് ലൈൻ ഇന്റർഫേസില്ലേ, CLI, ആ കറുത്ത സ്ക്രീനുള്ള ടെർമിനൽ, അവിടെ ഗൂഗിളിന്റെ പവർഫുൾ ആയിട്ടുള്ള ജെമിനി AI മോഡലുകളുടെ ഹെൽപ്പ് നേരിട്ട് കിട്ടുന്ന ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണിത്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ഇതിന്റെ ലഭ്യതയാണ്. സാധാരണ ഡെവലപ്പേഴ്സ്മാർക്ക് ഇത് വലിയ അളവിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. 1 മിനിറ്റിൽ 60 റിക്വസ്റ്റ് വരെ, ഒരു ദിവസം 1000 റിക്വസ്റ്റ് വരെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രംഗത്തുള്ള ഏറ്റവും ഉയർന്ന ഫ്രീ ലിമിറ്റുകളിൽ ഒന്നാണ്. അതെ, ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഡെവലപ്പർമാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഒരുപാട് സഹായിക്കും. വെറുതെ കോഡ് എഴുതാൻ സഹായിക്കുക മാത്രമല്ല, കോഡിലെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ, അതായത് ഡീബക്കിംഗ്, പിന്നെ ഗിറ്റ് കമാൻഡുകൾ പോലുള്ള കാര്യങ്ങൾ സിമ്പിളാക്കാൻ, റിപ്പീറ്റായി വരുന്ന ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാൻ, എന്തിന് ഗൂഗിൾ സെർച്ചിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രവർത്തിക്കാൻ വരെ ഇതിന് പറ്റും. ഇത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അപ്പാച്ചി 2.0 ലൈസൻസിലാണ് വരുന്നത്. അപ്പോൾ ഡെവലപ്പർ കമ്മ്യൂണിറ്റിക്ക് ഇതിൻ്റെ പ്രവർത്തനം നോക്കാനും ബെറ്ററാക്കാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഇത് AI എങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ ടൂളുകളുമായിട്ട് ചേർന്നു വരുന്നു, നമ്മുടെ ജോലി ചെയ്യുന്ന രീതിയെ തന്നെ മാറ്റുന്നു എന്നതിൻ്റെ ഒരു ക്ലിയർ ഉദാഹരണമാണ്. വെറുമൊരു ടൂൾ എന്നതിനേക്കാൾ ഒരു അസിസ്റ്റന്റ് എന്ന റോളിലേക്ക് AI മാറുകയാണ്. അതായത് മണിക്കൂറുകളോളം ചിലപ്പോൾ ഒരു പ്രത്യേക കമാൻഡ് ഓർത്തെടുക്കാൻ നോക്കുന്നതിന് പകരം ഡെവലപ്പർക്ക് അയാളുടെ ആവശ്യം സാധാരണ ഭാഷയിൽ ടെർമിനലിൽ ചോദിച്ചാൽ ജെമിനി CLI ഉത്തരം തരാൻ സാധ്യതയുണ്ടെന്നാണോ? ഇത് ഡെവലപ്പർമാരുടെ ചിന്താരീതിയെ തന്നെ മാറ്റില്ലേ? ഒരു പരിധിവരെ മാറ്റും.
ഇത് തീർച്ചയായും കോഡിങ്ങിനെ കുറച്ചുകൂടി ഒരു സംഭാഷണം പോലെയാക്കും. പ്രശ്നം സോൾവ് ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ടൂളുകളുടെ കോംപ്ലക്സിറ്റിയിൽ കുറച്ച് സമയം കളയാനും ഇത് ഡെവലപ്പർമാരെ സഹായിക്കും. ഗൂഗിളിൻ്റെ തന്നെ ജെമിനായി കോഡ് അസിസ്റ്റ് എന്നൊരു ടൂളുണ്ട്. അതുമായിട്ട് ഇത് ടെക്നോളജി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ IDEയിലും ടെർമിനലിലും ഏകദേശം ഒരേപോലത്തെ AI സപ്പോർട്ട് കിട്ടും. അപ്പോ ചുരുക്കത്തിൽ ഈ 2 ഉദാഹരണങ്ങളും കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ AI എന്നതൊരു ജനറൽ പർപ്പസ് ടെക്നോളജി എന്നതിനപ്പുറം ഓരോ പ്രത്യേക ഫീൽഡിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത കൂടുതൽ ഷാർപ്പായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് AIകളാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായും ജീനോം റിസർച്ച് മുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വരെ AIയുടെ ഈ പുതിയ രൂപങ്ങൾ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് തുറന്നു തരുന്നത്. ഇതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് AI ടൂളുകൾ സാധാരണയാവുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സ്വന്തം ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പ്രത്യേക ഫീൽഡിൽ ഇതെന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും? ഏത് ബുദ്ധിമുട്ടുള്ള പ്രശ്നം പരിഹരിക്കാനാണ് നിങ്ങൾ ഇതുപോലൊരു AI സഹായിയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ്.